നമുക്കൊരുമിച്ച് ഈസിയായൊരു വെയർ കോസ്റ്റർ ചെയ്യാം. ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വെയർ കോസ്റ്റർ ഒരു 2 to 3 hours ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വീഡിയോ നീട്ടുന്നില്ല, നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം നമ്മൾ മാജിക് റിങ് ചെയ്യണം. മാജിക് റിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കയറി ആ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ ഞാൻ മാജിക് റിങ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നോക്കി അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ ചെയ്യണം. ശരിക്കും 2 ചെയിനാണ് കണക്ക്, പക്ഷേ മാജിക് റിങ് ചെയ്യുമ്പോൾ ഒരു ചെയിൻ അവിടെ ഓൾറെഡി വരും. അതുകൊണ്ട് ഒരു ചെയിൻ ചെയ്താൽ മതി. ചെയിൻ ചെയ്യുന്ന വീഡിയോയും എൻ്റെ ചാനലിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഒരു ഷോർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് റൗണ്ടായിട്ട് മാജിക് റിങ്ങിൻ്റെ അകത്ത് 12 ഡബിൾ ക്രൂഷേ ചെയ്യും. ഡബിൾ ക്രൂഷേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്യും. യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് നമ്മുടെ ഹുക്കിടും. നമ്മൾ ഈ മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് ഹുക്ക് ഇടുമല്ലോ, അപ്പോൾ അതിൻ്റെ മേലെയായിട്ട് തന്നെ നമ്മുടെ ഷോർട്ട് ടെയിലും കൂടി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം മാജിക് റിങ്ങിൻ്റെ ഒപ്പം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ലാസ്റ്റ് വലിക്കാനുള്ളതാണ്, അതുകൊണ്ട് അത് ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ അകത്ത് കൂടി തന്നെ പുറത്തോട്ടെടുക്കും. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് ഉണ്ടാകും നമ്മുടെ ഹുക്കിൽ. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൽ കൂടി പുറത്തോട്ടെടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും 2 ലൂപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി യാൺ ഓവർ ചെയ്തിട്ട് ബാക്കിയുള്ള 2 ലൂപ്പിലും കൂടി പുറത്തോട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആവും. ഇത് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ നമ്മൾ അതൊരു സ്റ്റിച്ച് മാർക്കറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ ഒരു പിന്ന് വെച്ചോ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മൾ മാജിക് റിങ്ങിൽ 12 ഡബിൾ ക്രൂഷ്യയും കൂടി ചെയ്തെടുക്കണം. അതായത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ യാൺ ഓവർ ചെയ്യുക. നമ്മുടെ മാജിക് റിങ്ങിൻ്റെ അകത്തൂടെ എടുക്കുക. മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് ഹുക്കിടുക. നമ്മുടെ ഷോർട്ട് ടെയിലിൻ്റെ ഒപ്പം വെക്കാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിൻ്റെ അകത്ത് കൂടി തന്നെ പുറത്തോട്ടെടുക്കുക. 3 ലൂപ്പ് ഉണ്ടാവും നമ്മുടെ ഹുക്കിൽ. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടി പുറത്തോട്ടെടുക്കുക. അതായത് നമുക്ക് പിന്നെയും 2 ലൂപ്പ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി യാൺ ഓവർ ചെയ്തിട്ട് ബാക്കി 2 ലൂപ്പിലും കൂടി പുറത്തോട്ടെടുക്കുക. ഞാനൊരു ബിഗിനറാണ്, അതുകൊണ്ട് ഞാൻ കുറേ മിസ്റ്റേക്ക് ചെയ്താണ് ഞാനത് ഫുള്ള് ചെയ്തേക്കുന്നത്. മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർക്കിംഗ് ഡേയിൽ ഒന്ന് വലിച്ചാൽ മതി, നമുക്ക് ആ സ്റ്റിച്ച് മാറിക്കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളത് ചെയ്ത് വരുമ്പോൾ നല്ല പ്രാക്ടീസ് ആകും, നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ട്വൽവ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷോർട്ട് ടെയിൽ വലിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നടുക്കത്തെ ആ ഒരു സ്പേസ് ഇല്ല, ആ ഒരു ഹോള്, അത് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു കിട്ടും. നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് വലിക്കുക, അപ്പോൾ നല്ല കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു കിട്ടും. ഇനി എങ്ങാനും നിങ്ങൾ എത്ര വലിച്ചിട്ടും ആ ഒരു സ്പേസ് അടയുന്നില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്തപ്പോൾ ആ ഷോർട്ട് ടെയിൽ കൊണ്ടുവന്നില്ലേ നമ്മൾ ഇങ്ങനെ മാജിക് റിങ്ങിൻ്റെ ഒപ്പം, അങ്ങനെ ചെയ്തപ്പോൾ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ ഒട്ടും ചെയ്തിട്ടും ആ ഒരു വലിച്ചിട്ടും ആ സ്പേസ് അടയുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടി അതിൻ്റെ ചെയ്യുക, അപ്പം ശരിയായി കിട്ടും. അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് കയറ്റണം. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഒരു സ്റ്റിച്ചിൻ്റെ അകത്തു കൂടി ഇങ്ങനെ എടുക്കണം. അപ്പം 2 ലൂപ്പ് ഉണ്ടാകും. അതിൽ നമ്മൾ യാൺ ഓവർ ചെയ്ത ലൂപ്പിൽ നമ്മുടെ ആ ഒരു ഹുക്കിലെ ആദ്യത്തെ ലൂപ്പ് അത് നമ്മുടെ 2ാമത്തെ ലൂപ്പിലൂടെ വലിച്ച് എടുക്കണം. എനിക്കൊന്ന് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചായി.
നമ്മൾ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് പോലെ ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും നമുക്കതൊരു കൺഫ്യൂസിങ് ആവും, ഒരു സ്റ്റിച്ച് പോലെ ഇരിക്കും. നല്ലതായിട്ട് ടൈറ്റ് ചെയ്യണം, അപ്പോഴത്തേക്കും ആ ഒരു സ്റ്റിച്ച് അവിടെ കാണത്തില്ല. പിന്നെ റൗണ്ട് 2ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 ചെയിൻ ചെയ്യും. പിന്നെ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്യും. ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രൂഷ്യ ചെയ്യും. പിന്നെ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്യും. ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെ 2 തവണ ഡബിൾ ക്രൂഷ്യ ചെയ്യും. റൗണ്ട് 2ൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തേക്കുന്നില്ലേ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന അതേ സ്റ്റിച്ച് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച്. അവിടെ നിന്നാണ് നമ്മൾ ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്ത് തുടങ്ങേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ yarn over ചെയ്യുക, നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ ഹുക്ക് ഇടുക, എന്നിട്ട് ഒന്നും കൂടി yarn over ചെയ്ത് ആ സ്റ്റിച്ചിൽ കൂടി പുറത്തെടുക്കുക. 3 ലൂപ്പ് ഉണ്ടാകും. ഒന്നും കൂടി yarn over ചെയ്ത് 2 ലൂപ്പിൽ കൂടി പുറത്തെടുക്കുക. അപ്പോൾ പിന്നെയും 2 ലൂപ്പ് ഉണ്ടാകും. പിന്നെ ഒന്നും കൂടി yarn over ചെയ്തിട്ട് 2 ലൂപ്പിൽ കൂടി പുറത്തെടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ റൗണ്ട് 2ൽ. അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രൂഷ്യയും കൂടി ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ചെയ്യണം. അതായത് അടുത്ത സ്റ്റിച്ചിലും 2 ഡബിൾ ക്രൂഷ്യ, പിന്നെ ഒരു സ്റ്റിച്ചിലും 2 ഡബിൾ ക്രൂഷ്യ, അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രൂഷ്യ വെച്ചിട്ട് ചെയ്യണം. നമ്മൾ ആദ്യം 12 ഡബിൾ ക്രൂഷ്യ ചെയ്തായിരുന്നല്ലോ ഫസ്റ്റ് റൗണ്ടിൽ. അപ്പം നമുക്ക് 12 സ്റ്റിച്ച് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ സ്റ്റിച്ചിലും 2 തവണ ഡബിൾ ക്രൂഷ്യ വെച്ചിട്ട് ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റൗണ്ട് 2ൽ അവസാനം 24 സ്റ്റിച്ച് ഉണ്ടാവും. അത് നമ്മൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മളത് എണ്ണി നോക്കണം. എങ്ങാനും 24 സ്റ്റിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് തെറ്റെന്ന് നോക്കിയിട്ട് നമ്മളത് അഴിച്ചിട്ട് ഒന്നും കൂടി ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കണക്കൊക്കെ തെറ്റും. അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വർക്കിംഗ് ടേൽ പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റിച്ചൊക്കെ നമുക്കിങ്ങനെ അഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ചെയ്യാം. റൗണ്ട് 2 കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിന് ഹൂക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് കയറ്റാം, yarn over ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൽ കൂടി പുറത്തോട്ട് എടുക്കുക. 2 ലൂപ്പ് ഉണ്ടാവും. അതിൽ നമ്മൾ ഫസ്റ്റ് ലൂപ്പ് സെക്കൻഡ് ലൂപ്പിൻ്റെ അകത്തു കൂടി ഇങ്ങനെ എടുക്കുക, ടൈറ്റ് ചെയ്യുക. ടൈറ്റ് നമ്മൾ ശരിക്കും ചെയ്യണം. ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് അവിടെ സ്റ്റിച്ച് പോലെ അങ്ങനെ കാണരുത്, സ്റ്റിച്ച് അങ്ങനെ മറഞ്ഞു പോകണം. അത്രയും നമ്മൾ നല്ല ടൈറ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ചെയിൻ ചെയ്യണം. പിന്നെ തേർഡ് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് റൗണ്ടിൽ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രൂഷ്യയും രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രൂഷ്യ ഇൻക്രീസും അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച്, അതായത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് നിൽക്കുന്ന സ്റ്റിച്ച്, ആ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രൂഷ്യ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രൂഷ്യ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രൂഷ്യ ചെയ്യും. അത് നാലാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ്, അതായത് 2 ഡബിൾ ക്രൂഷ്യ ചെയ്യും. അതൊരു ഓർഡർ പോലെ, ആദ്യത്തേൽ ഒരു ഡബിൾ ക്രൂഷ്യ, രണ്ടാമത്തേൽ ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ്, മൂന്നാമത്തേൽ ഡബിൾ ക്രൂഷ്യ, പിന്നെ ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ്. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കണം. കഴിഞ്ഞ റൗണ്ട് ചെയ്തതിനെ വെച്ചിട്ട് നമുക്കിപ്പോൾ 24 സ്റ്റിച്ച് ഉണ്ടല്ലോ ഓൾറെഡി. ഈ റൗണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 36 സ്റ്റിച്ച് ഉണ്ടാവും.
അത് നമ്മൾ ഈ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് എണ്ണി നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റിയാൽ നമ്മൾ എവിടെ നിന്ന് ആണോ തെറ്റിയത് അവിടം വരെ അഴിച്ചിട്ട് ഒന്നും കൂടി ചെയ്യാം. ഞാൻ ഈ റൗണ്ടിൽ എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഞാൻ നേരത്തെ 2 തവണ ഞാൻ പറഞ്ഞാണ് ഓൾറെഡി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് നോക്കിയാൽ മതിയാവും. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചില്ലേ ഈ റൗണ്ടിൽ ആദ്യത്തെ സ്റ്റിച്ച് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ മാർക്ക് ചെയ്തിട്ടില്ല. ആദ്യത്തെ സ്റ്റിച്ച് ശരിക്കും മാർക്ക് ചെയ്യണം, ഞാനത് മറന്നുപോയതാണ്. ഞാനത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനത് ഓർത്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ചെയിൻ ചെയ്യണം. ഇനി റൗണ്ട് 4ൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതിൽ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസും, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ വേറൊരു ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. ഈ ഓർഡറിൽ ഈ റൗണ്ട് മൊത്തം ചെയ്യാം. എനിക്കൊന്ന് ഞാൻ ചെയ്യുന്നത് വീഡിയോയിൽ കാണുമ്പം കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാളും. നേരത്തെ റൗണ്ടിൽ നമുക്ക് 36 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് 48 സ്റ്റിച്ച് ഉണ്ടാവും. റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കുക. എങ്ങാനും അത്തരം സ്റ്റിച്ച് ഇല്ല, അല്ലെങ്കിൽ സ്റ്റിച്ച് കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എവിടെയാണോ തെറ്റിയെന്നൊന്ന് നോക്കിയിട്ട് അവിടം വരെ അഴിച്ചിട്ട് അവിടെ നിന്ന് ഒന്നും കൂടി ചെയ്യാം. Let's take it nice and slow. Please understand I'm not one to dance. Let's have റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ 4 റൗണ്ട് ചെയ്ത് കഴിഞ്ഞില്ലേ. ഇപ്പം നമ്മുടെ ആ ഒരു സർക്കിളില്ലേ, ബെയർ കോസ്റ്ററിലെ ആ ഒരു സർക്കിൾ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ബെയറിൻ്റെ ചെവിയാണ് തുടങ്ങുന്നത്. അതിനാദ്യം നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ ആദ്യമേ യാൺ ഓവർ ചെയ്യണ്ട. നേരെ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടി ഹുക്കിട്ടിട്ട് യാൺ ഓവർ ചെയ്ത് ആ സ്റ്റിച്ചിൽ കൂടി തന്നെ പുറത്തോട്ട് എടുക്കണം. അപ്പം 2 ലൂപ്പ് ഉണ്ടാകും നമ്മുടെ ഹുക്കിൽ. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പും പുറത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കിട്ടും. സിംഗിൾ ക്രോഷ്യ ശരിക്കും ഒരു ചെറിയ സ്റ്റിച്ചാണ്, അതുകൊണ്ട് അത് കുഞ്ഞതായിരിക്കും. തെറ്റിയെന്നൊന്നും വിചാരിക്കേണ്ട, അത് കുഞ്ഞതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പിന്നെ അറിയാമല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലോ, നമ്മൾ ഇത്രയും ഡബിൾ ക്രോഷ്യ ചെയ്താണല്ലോ വന്നതുകൊണ്ട് ഡബിൾ ക്രോഷ്യ അറിയാമല്ലോ ചെയ്യാൻ. അപ്പം അടുത്തത് ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഡബിൾ ക്രോഷ്യക്ക് ഒരു തവണ യാൺ ഓവർ ചെയ്തിട്ടല്ലേ നമ്മൾ
നമ്മുടെ സ്റ്റിച്ചിലോട്ട് കയറ്റുന്നത്. അതിന് പകരം നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്തിട്ട് സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടി കയറ്റി ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് സ്റ്റിച്ചിൽ കൂടി പുറത്തെടുക്കണം. അപ്പോൾ നമുക്ക് 4 ലൂപ്പ് ഉണ്ടാവും. അതിൽ യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പ് ക്ലോസ് ചെയ്യുക. പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പ് ക്ലോസ് ചെയ്യുക. അപ്പം ഒരു ട്രബിൾ ക്രൂഷ്യ ആകും. ഇത് നമ്മൾ ആ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെ 3 തവണ ട്രബിൾ ക്രൂഷ്യ ചെയ്യണം. 2 തവണ നമ്മൾ യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടി കയറ്റുക, യാൺ ഓവർ ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ പുറത്ത് കൂടി എടുക്കുക. 4 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പ് ക്ലോസ് ചെയ്യുക. അതായത് നമ്മൾ ഡബിൾ ക്രൂഷ്യയ്ക്കുള്ള പോലെ തന്നെ 3 ലൂപ്പ് ആവും. അതുകഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് 2 ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ഉണ്ടാവും. ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് ബാക്കി 2 കൂടി ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു സെയിം സ്റ്റിച്ചിൽ 2 തവണ ട്രബിൾ ക്രൂഷ്യ ചെയ്തതിന് ഇനി 1 തവണയും കൂടി ചെയ്യുക. സെയിം സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. നമ്മൾ വേറെ സ്റ്റിച്ച് ചെയ്യരുത്. 3 ട്രബിൾ ക്രൂഷ്യ ആ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. മൂന്ന് ട്രബിൾ ക്രൂഷ്യ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രൂഷ്യ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യ പിന്നെ ചെയ്യുന്നത്. സിംഗിൾ ക്രൂഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഹുക്ക് അടുത്ത സ്റ്റിച്ചിലോട്ട് കയറ്റണം. ഇവിടെ അറിയാണ്ട് ഞാൻ ഡബിൾ ക്രൂഷ്യ ആണെന്ന് ഓർത്തിട്ട് യാൺ ഓവർ ചെയ്യുന്നുണ്ട്. വെറുതെ നമ്മൾ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടി കയറ്റണം. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടി എടുക്കണം. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 ലൂപ്പ് മൊത്തത്തിൽ നമ്മൾ ക്ലോസ് ചെയ്യണം. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ആദ്യത്തെ ചെവി തീർത്തു. ഇനി നമ്മൾ രണ്ടാമത്തെ ചെവിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിന് നമ്മൾ നടുക്കൊരു 3 സ്പേസ് വിടണമല്ലോ. അതിന് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് പോകുന്നത്. നമ്മൾ 8 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ നേരത്തെയൊക്കെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ടൈറ്റ് ചെയ്തായിരുന്നു, അവിടെ സ്റ്റിച്ച് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്റ്റിച്ച് കാണണം, അതുകൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യരുത്. വെറുതെ ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തേ പോകാവുള്ളൂ. ഒരിക്കലും നമ്മൾ ടൈറ്റ് ചെയ്യല്. ടൈറ്റ് ചെയ്തതിനൊരു വൃത്തികേട് പോലെ ഇരിക്കും അവിടെ. അപ്പോൾ ടൈറ്റ് ചെയ്യാണ്ട് നമ്മൾ 8 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഒരു സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ 8 തവണ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ചെവി ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണം. അതായത് ആദ്യം സിംഗിൾ ക്രൂഷ്യ, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രൂഷ്യ, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ 3 തവണ ട്രബിൾ ക്രൂഷ്യ. ട്രബിൾ ക്രൂഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ ചെവി ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങാനും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ബാക്ക് പോയിട്ട് അത് കണ്ടിട്ട് ഒന്നും കൂടി വന്ന് ചെയ്യാം. നമ്മൾ 3 ട്രബിൾ ക്രൂഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രൂഷ്യ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെവിയും കംപ്ലീറ്റ് ആവും. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചെവിയും ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ടൈറ്റ് ചെയ്യണം, കാരണം നമ്മുടെ സ്റ്റിച്ച് ഇവിടെ കാണണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹുക്കിങ്ങനെ വലിച്ചിട്ട് നമ്മുടെ ആ ഒരു ലൂപ്പ് വലുതാക്കണം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹുക്കിങ്ങനെ വലിച്ച് ആ ഒരു ലൂപ്പ് വലുതാക്കിയിട്ട് ബാക്കി ഉള്ള ഒരു യാൺ നമ്മൾ ഒരു കത്രിക വെച്ചിട്ട് മുറിച്ച് കളയും.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഹുക്കിട്ടിട്ട് ബാക്കിയാണ് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. ഈ ഒരു സ്റ്റെപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബെയർ കോസ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും നമ്മുടെ ബെയർ കോസ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. പക്ഷേ നമ്മുടെ യാൺ അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് അറ്റത്തൊന്നും ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്യണം. അത് ഹൈഡ് ചെയ്യണ വലിയ ഇതൊന്നുമില്ല. അത് നമ്മുടെ ഡാർണിങ് നീഡിലില്ലേ, അതായത് ഈ ക്രൂഷ്യയൊക്കെ യൂസ് ചെയ്യുന്ന നീഡിൽ, അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ യാൺ കയറ്റിയിട്ട് നമ്മൾ ബാക്കിലുള്ള നമ്മുടെ ഇതില്ലേ, ബാക്കിലുള്ള സ്റ്റിച്ച് പോലത്തെ അത് നമ്മൾ ഫ്രണ്ടിൽ കാണരുത്. അത് നമ്മൾ കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ആ നീഡിൽ ഫ്രണ്ടിൽ കാണാത്ത രീതിയിൽ എടുത്തിട്ട് ബാക്കിൽ കൂടി ഇങ്ങനെ വലിച്ചിട്ട് കട്ട് ചെയ്യുക. എനിക്ക് വീഡിയോയിൽ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ യാണും നീഡിലിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് ബാക്കിലുള്ള ഒരു കുറച്ച് ലൂപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്ത് കൂടി മാത്രം നമ്മുടെ ആ നീഡിലിട്ടിട്ട് അതിൻ്റെ അകത്ത് കൂടി നമ്മുടെ യാൺ വലിച്ചെടുക്കുക. നമ്മളിങ്ങനെ നീഡിൽ കയറ്റിയിട്ട് ഒന്ന് തിരിച്ച് നോക്കുക. ആ നീഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഊരിയിട്ട് കാണാൻ പറ്റാത്ത രീതിക്ക് നമ്മൾ ചെയ്യുക, എന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബെയർ കോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.